സിറ്റിസൺസ് ഓഫ് ഇന്ത്യൻ പ്രോഗ്രാമിൽ ഒരു ദശകത്തിന് ശേഷം ആദ്യമായിട്ട് സുപ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒരു പൊതു ആഗോള ഫ്രീ സ്ട്രക്ചറും കർശനമായ പാസ്പോർട്ട് നിയമങ്ങളും ഒരു വിഭാഗം ഇന്ത്യൻ ജനതയ്ക്ക് വിപുലമായ യോഗ്യതാ മാനദണ്ഡങ്ങളുമാണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യൻ വംശജരുടെ അഡ്മിനിസ്ട്രേഷൻ ആധുനികവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മാറ്റങ്ങൾ ബയോമെട്രിക് വേരിഫിക്കേഷൻ സിസ്റ്റം മെച്ചപ്പെടുത്തുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മിഷനുകളും കോൺസുലേറ്റുകളും നൽകുന്ന സേവനങ്ങൾ ഏകീകരിക്കുകയും ചെയ്യും. ഇതുവരെ വിവിധ മിഷനുകളിൽ വ്യത്യസ്ത ഫീസുകൾ ഉണ്ടായിരുന്നത് ഏകോപിപ്പിച്ച് ഒരു ആഗോള ഫീസ് സിസ്റ്റം നിലവിൽ വരുത്തുന്നതാണ് പ്രധാനപ്പെട്ട മാറ്റം. മാറിയ രീതിയിൽ പുതിയ OCI ആപ്ലിക്കേഷനുകൾ വിദേശത്തു നിന്ന് സമർപ്പിക്കാൻ $275, ഇന്ത്യയിൽ നിന്ന് സമർപ്പിക്കാൻ 15,000 രൂപയുമാണ് ഫീസ്. പാസ്പോർട്ടിലെ മാറ്റം, വ്യക്തിഗത വിവരങ്ങളിലെ അപ്ഡേറ്റ് എന്നിവ വരുത്തിയ ശേഷം OCI കാർഡ് വീണ്ടും ഇഷ്യൂ ചെയ്യാൻ $25 ചിലവ് വരും. OCI കാർഡ് നഷ്ടമാവുകയോ കേടുവരികയോ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കാൻ $100 ആണ് ഫീസ്. പഴയ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡുകൾ OCI സ്റ്റാറ്റസിലേക്ക് മാറ്റാനും $100 ചിലവ് വരും. പാസ്പോർട്ട് അപ്ഡേറ്റുകളിൽ എല്ലാ OCI കാർഡുകാർക്കും നിർബന്ധിത നിബന്ധനകളും മാറിയ നിയമങ്ങളിൽ വരുന്നുണ്ട്. പുതിയ വിദേശ പാസ്പോർട്ട് ലഭിച്ച് 3 മാസത്തിനകം കാർഡ് ഉടമകൾ ഈ വിവരം ഗവൺമെന്റ് പോർട്ടൽ വഴി OCI പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യണം. 90 ദിവസത്തിനകം ഇത് പൂർത്തിയായില്ല എങ്കിൽ $25 പിഴ അടയ്ക്കണം. വിദേശ പാസ്പോർട്ട് വിവരങ്ങളും അപ്ഗ്രേഡ് ബയോമെട്രിക് വേരിഫിക്കേഷൻ സിസ്റ്റവും തമ്മിൽ ബന്ധമുള്ളതിനാൽ ഇന്ത്യൻ എയർപോർട്ടുകളിൽ വേഗത്തിൽ ഇ-ഗേറ്റ് ഇമിഗ്രേഷൻ പ്രോസസ്സിംഗ് പൂർത്തിയാക്കാം. ഇതിനു പുറമെ ശ്രീലങ്കയിലെ ഇന്ത്യൻ വംശജരായ തമിഴ് സമൂഹത്തിലെ 5-6 തലമുറകളിൽപ്പെട്ടവർക്ക് OCI കാർഡ് നേടാൻ യോഗ്യത വിപുലീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഇത് 4ാം തലമുറ വരെ ഉള്ളവർക്കാണ് ലഭ്യമാക്കിയിരുന്നത്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.